ഹലോ മോനെ, രാവിലത്തെ തിരക്കിലായിരിക്കും അല്ലേ? മോൻ ഉടനെ എങ്ങാനും നാട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അപ്പോൾ നമ്മുടെ അടുത്ത ആഴ്ചത്തെ സ്കാനിങ്ങിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ ടെൻഷനൊന്നും അടിക്കണ്ട. സ്കാനിങ്ങിനുള്ള പൈസ ഞാൻ അയച്ചുതരാം. പിന്നെ അച്ഛൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ ഓപ്പറേഷനുള്ള ഡേറ്റും കൂടെ ബുക്ക് ചെയ്തു. പൈസയൊക്കെ ഞാൻ റെഡിയാക്കിക്കോളാം. അച്ഛനിപ്പോ വേദന കുറവുണ്ടോ? ആ വേദന ഈ സർജറി കഴിയാതെ മാറില്ല എന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. അച്ഛനെന്നാ താമസിപ്പിക്കണ്ട, പെട്ടെന്ന് തന്നെ പൊക്കോ. പിന്നെ ജോലിയൊന്നും ഒറ്റയ്ക്ക് ചെയ്യണ്ട, ആന്റിയെ വിളിച്ച് കൂടെ നിർത്തിക്കോ. ശരി മോനെ, എന്നാ നിനക്ക് തിരക്കല്ലേ, വച്ചോ. ഓക്കെ അച്ഛാ. ഞാൻ പറയുന്നതേ, നീ കാര്യം അച്ഛൻ്റെ അടുത്ത് പറയണം. ഒരു മാസമായി ജോലി കിട്ടും, കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്യും? എടാ, ഞാൻ എങ്ങനെയാടാ അച്ഛനടുത്ത് പറയുന്നത്? പറയാതെ പിന്നെ എന്നെ കൊണ്ട് പറ്റില്ലടാ. അച്ഛൻ ആകെ ഉള്ള പ്രതീക്ഷ ഞാനാ. ഈ ഒരു അവസ്ഥയിൽ ജോലി പോയി എന്നൊക്കെ. ജോലി പോയി പറഞ്ഞ് എന്താണ് പ്രശ്നം? നീ എനിക്ക് എവിടെന്നെങ്കിലും കുറച്ച് പൈസ പലിശക്ക് എടുക്കണം. അല്ല പൊന്നളിയ, മാസം ജോലി ഉണ്ടായിട്ട് ഞാൻ തന്നെ ഒരു മാസം നയിക്കാൻ പോകുന്നത് നിനക്കറിയാലോ. ഒരു ജോലിയിലാണ്, നീ എങ്ങനെ ചെയ്യും പൈസ? ബ്ലേഡാണ്. അച്ഛൻ്റെ കാര്യം നിനക്കറിയാലോ. സർക്കാർ സർവീസിലിരിക്കുന്ന സമയത്താ അച്ഛനങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റുന്നത്. താൽക്കാലിക നിയമനമായതുകൊണ്ട് ഒരു കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. എൻ്റെ കാര്യത്തിലും അച്ഛൻ അതേ ടെൻഷനായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ ജോലി പോയി എന്നുള്ള കാര്യം ഞാൻ എങ്ങനെയാണ് പറയുന്നത്? എടാ, ജോലി എൻ്റെ ജോലിയാണെങ്കിൽ നിന്റെ ഇപ്പം പോയല്ലോ, എൻ്റെതും ഉറപ്പില്ല. എടാ, ഇത് കാരടിസ്ഥാനത്തിലുള്ള സാധനമല്ലേ, പിന്നെ ഒരു ഉറപ്പുമില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യാനാണ്? നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അച്ഛനോട് പറയാൻ പറ്റില്ല. അച്ഛൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. അച്ഛന് നല്ല പ്രതീക്ഷയുണ്ട് എൻ്റെ കാര്യത്തിൽ. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുള്ള ഇതിലാണ് അച്ഛനായിരിക്കുന്നു. എടാ, ഞാൻ പറയുന്നതിലൂടെ കേൾക്കും. നീ വീട്ടിൽ പോയിട്ട് ഇപ്പം നീ എത്ര ജോലി നോക്കും, ഏതെങ്കിലും ജോലി നിനക്ക് സെറ്റായി വീട്ടിൽ പോയി പതുക്കെ ഒരു ജോലി കണ്ടെത്തി തിരിച്ചു പോകും. അതുവരെ അച്ഛൻ്റെ അടുത്ത് സംഭവം പറയും ഇങ്ങനെ ഒരു കാര്യങ്ങൾ. അച്ഛൻ എവിടെയെങ്കിലും പൈസ സംഘടിപ്പിക്കും, അല്ലെങ്കിൽ നീ നാട്ടിൽ പോയി നിനക്ക് എവിടെയെങ്കിലും പൈസ സംഘടിപ്പിക്കാൻ പറ്റും. നീ ഇതൊക്കെ ചിന്തിക്കുക, അല്ലാതെ നീ ഇവിടെ ഇരുന്നിട്ട് എന്താക്കാനാ? ഇപ്പം ഞാൻ പലിശയ്ക്ക് പൈസ വാങ്ങി നീ എന്ത് ചെയ്യും? എങ്ങനെ തിരിച്ചടയ്ക്കും? എടാ, ബ്ലേഡാണ്. എടാ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. ഞാൻ ജോലി എന്തായാലും സെറ്റാക്കിക്കോളാം. പക്ഷെ ഞാൻ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ തന്നെ കടം മേടിക്കും. അതെനിക്കറിയാം, പക്ഷെ എനിക്ക് പറ്റില്ലടാ. നീ പറഞ്ഞ കാര്യം തന്നെ പറയില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, അഥവാ നിന്നെ കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? പറ. എൻ്റെ വീട്ടിലെ അവസ്ഥ നിനക്കറിയാം. ഞാൻ ഈ പൈസ തുച്ഛമായ പൈസ വെച്ചിട്ടല്ലേ ഞാൻ നിൽക്കുന്നത്. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ സെറ്റ് ചെയ്തോളാം. അങ്ങനെ പറഞ്ഞല്ല. എടാ, നീ ഇതൊന്നും ചെയ്ത പ്ലീസ്. വേറെ ഒരു വഴിയില്ലാത്തോണ്ടാ. ഞാൻ നോക്കാടാ, പക്ഷേ ഞാൻ വാങ്ങിച്ചു തരാം. എനിക്കറിയില്ല നീ ഇതെങ്ങനെ, നീ ഇങ്ങനെ ഒരു ജോലി, നല്ലൊരു ജോലി കണ്ടെത്താൻ നോക്ക്. ഞാൻ ഇറങ്ങട്ടെ. നീ വല്ലതും കഴിച്ചായിരുന്നാ? കഴിക്കാൻ നോക്ക്. കൈ പൈസ ഉണ്ടാ? ഞാൻ ഇട്ട് തരാം, അക്കൗണ്ട് ഇട്ട് തരാം. നീ ഇവിടെ പോരാ തന്നെ ജോലിക്ക് ജോലി കിട്ടിയാ? എപ്പോ? നീ എന്താ എന്നോട് പറയുന്നേ? എന്താ സ്വിഗ്ഗിയാ? എടാ, എൻ്റെ അടുത്ത് പൈസയുടെ പ്രശ്നമുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞൊന്നല്ല. എടാ, 1.5 മാസമായി എൻ്റെ ജോലി പോയിട്ട്. നീയല്ലാതെ വേറെ ആരെങ്കിലും അന്വേഷിച്ചാ എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നതെന്ന്? പിന്നെ എല്ലാ ജോലിക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ടടാ. അതൊരു ജോലി പോയി കഴിയുമ്പോഴേ മനസ്സിലാവും. എനിക്കിനി മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് ആലോചിച്ച് ഇരിക്കാനൊന്നും വയ്യ.
എങ്ങനെയെങ്കിലും അച്ഛനെ സഹായിക്കണം, അത്രേ ഉള്ളൂ. അറിയാടാ, പക്ഷേ നീ അത്രയും നല്ലൊരു പോസ്റ്റിൽ നിന്നിട്ടേ സ്വിഗ്ഗി ഓടുക പറയുന്നത് അതുകൊണ്ട് പറഞ്ഞാണ്. ഞാൻ ഹാപ്പി ആയിരിക്കൂടാ. പിന്നെന്താ, കടം മേടിക്കുന്നതിനേക്കാൾ നല്ലല്ലേ ഒരു ജോലിക്ക് പോയി സമ്പാദിക്കുന്നു. അത് ശരിയാടാ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നല്ല തീരുമാനം. താങ്ക്സ് ഡാ. എനിക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ ഞാൻ ഫ്രീ ആയിട്ട് കൊണ്ടുതരാം. ഓക്കെ.